ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് നല്ല ഹൈലി എഫക്റ്റീവായ 3 സ്കിൻ ബ്രൈറ്റനിങ് പീലിംഗ് സൊല്യൂഷൻസ് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ് ഈ പീലിംഗ് സൊല്യൂഷൻസ്? കുറച്ച് പേർക്കൊക്കെ അറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ പീലിംഗ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ സർഫസ് ലെയറിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഇല്ലേ എന്ന് പറഞ്ഞാൽ മൃതകോശങ്ങൾ. ഈ മൃതകോശങ്ങളെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കെമിക്കൽ എക്സ്ഫോളിയേറ്റിംഗ് ഉൽപ്പന്നമാണ് ഈ പറഞ്ഞ പീലിംഗ് സൊല്യൂഷൻസ്. ഈ പീലിംഗ് സൊല്യൂഷൻസ് നമ്മുടെ AHA, BHA, PHA പോലുള്ള കെമിക്കൽ എക്സ്ഫോളിയൻസ് ഉണ്ട്. ഇതെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ AHA എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രോക്സിക് ആസിഡ്, BHA പറഞ്ഞാൽ ബീറ്റ ഹൈഡ്രോക്സിക് ആസിഡ്, PHA എന്ന് പറഞ്ഞാൽ പോളി ഹൈഡ്രോക്സി ആസിഡ്. ഇതിൽ AHAയും PHAയും ഇത് രണ്ടും വാട്ടർ സോലുബിൾ ആയിട്ടുള്ള സ്കിൻ എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ആണ്. BHA ഓയിൽ സോലുബിൾ. ഈ വാട്ടർ സോലുബിൾ ലിസ്റ്റിൽ പെടുന്ന ആസിഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമോ? 1 ഗ്ലൈക്കോളിക് ആസിഡ്, 2 ലാക്റ്റിക് ആസിഡ്, 3 സിട്രിക് ആസിഡ്. പിന്നെ ഓയിൽ സോലുബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലിസിലിക് ആസിഡ്. ഇപ്പോൾ മനസ്സിലായല്ലോ ഏതൊക്കെ ആസിഡ്സ് ആണ്? 3 കെമിക്കൽ എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ആണ്. ഈ ആസിഡ്സ് ഉള്ള ഈ പീലിംഗ് സൊല്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ പഴകിയ സ്കിൻ പതുക്കെ പൊഴിഞ്ഞു പോവുകയും പുതിയതും അതുപോലെ നല്ല ഗ്ലോയിങ് ആയ സ്കിന്ന് പുറത്തു വരാൻ സഹായിക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഗുണം. ഇതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഡൾനെസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ സൺടാൻ ഇല്ലേ, സൺടാൻ നല്ലോണം റെഡ്യൂസ് ചെയ്യും. നമ്മുടെ ആക്നെ ഇല്ലേ, പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ, ഇതെല്ലാം നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പീലിംഗ് സൊല്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നമ്മൾ ക്രീമും അതുപോലെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതുപോലെ ചുമ്മാ എടുത്തും തേക്കരുത്. ഇത് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്, അതുപോലെ ഇതിന് ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ നമ്മൾ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ നോർമൽ യൂസ് ചെയ്യാൻ നമുക്ക് നല്ല രീതിയിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 3 പീലിംഗ് സൊല്യൂഷൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. അത് പറഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഏതൊക്കെയാണ് പീലിംഗ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ പീലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ദ ഓർഡിനറി എന്ന ബ്രാൻഡിന്റെ AHA 30% BHA 2% പീലിംഗ് സൊല്യൂഷൻ ആണ്. ഇത് കൂടുതലും ഓയിലി കോമ്പിനേഷൻ അതുപോലെ ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പുകാർക്കുള്ളതാണ്. ഇതിന്റെ മെയിൻ ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്നിന്റെ ഡെഡ് സ്കിൻ സെൽസ് ഇല്ലേ, അത് നന്നായിട്ട് റിമൂവ് ചെയ്യും. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ വരുന്ന ഈ റഫ്നെസ് ഒക്കെ ഇല്ലേ, ഈ പരിവരുപ്പ്, അതെല്ലാം മാറ്റി നല്ല സ്മൂത്ത് ആക്കും. അതുപോലെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നന്നായിട്ട് ഫെയ്ഡ് ആക്കും. അതുപോലെ നമ്മുടെ ഓവറോൾ കോംപ്ലക്ഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ രണ്ടാമത്തെ പീലിംഗ് സൊല്യൂഷനെ പറ്റി പറയാം. അതിൽ AHA, PHA, BHA ഇത് 3ഉം 32% ഉണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ആപ്റ്റ് ആണ്. ഇതിന്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. നമ്മുടെ സ്കിൻ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ആക്നെ മാർക്സ് ഉണ്ടല്ലോ, അതെല്ലാം റെഡ്യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കും, നന്നായിട്ട് സ്മൂത്തർ ആക്കും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ മിനിമാലിസ്റ്റിന്റെ പീലിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും മെയിൻ ബെനിഫിറ്റ്. ഇത് നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ പീലിംഗ് സൊല്യൂഷൻ പറഞ്ഞാൽ ഡോക്ടർ ഷെയ്ത്തിന്റെ AHA BHA പീലാണ്. ഇത് കൂടുതലും സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാർക്കുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്രീംസ് ഒക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ വരുന്ന സ്കിൻ ടൈപ്പുകാരുണ്ടല്ലോ, അവർക്കിത് ഏറ്റവും കൂടുതൽ ഉപകാരമാണ്. ഇതിന്റെ മെയിൻ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഇതും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കും. നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റും സ്മൂത്തും ആക്കും. അപ്പം നിങ്ങൾ ഈ പീലിംഗ് സൊല്യൂഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ, ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് ഇത് നല്ല തുടച്ച് നല്ല ഡ്രൈ ആക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈഡി ഭാഗത്തില്ലേ, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് 24 hours നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ഏത് ഭാഗത്താണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ കയ്യിലായിരിക്കും, ചിലർക്ക് ബോഡിയിലായിരിക്കും, ചിലർക്ക് കാലിലായിരിക്കും. ആ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുക. ബിഗിനേഴ്സ് 5 മിനിറ്റ് കൂടുതൽ ബോഡിയിൽ വെക്കരുത്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ തുടക്കക്കാർ ഇത് 5 മിനിറ്റ് കൂടുതൽ നമ്മുടെ സ്കിന്നിൽ വെക്കാൻ പാടില്ല. അത്യാവശ്യം അഡ്വാൻസ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് പീലിംഗ് സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് 10 മിനിറ്റ് വരെ വെക്കാം. ഇങ്ങനെ വെച്ച് ഒരു 5 to 10 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാഷ് ചെയ്ത് കളയണം. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും സെറാമൈഡ്സിൻ്റെ മോയ്സ്ചറൈസർ, എന്താണെന്നറിയാം സെറാമൈഡ്സിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഇങ്ങനത്തെ പീലിംഗ് സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ ഇല്ലേ, സ്കിൻ ബാരിയർ ഇറിറ്റേറ്റ് ആകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒന്ന് കൂളാക്കാനും അതുപോലെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും ടൈപ്പ് ഇറിറ്റേഷനോ കാര്യങ്ങളോ നമ്മുടെ സ്കിൻ ബാരിയർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഹീൽ ചെയ്യാൻ ഈ പറഞ്ഞ ബാരിയർ സപ്പോർട്ടുള്ള മോയ്സ്ചറൈസർ സൂപ്പറാണ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് സെറാവിയുടെ സെറാമൈഡ് മോയ്സ്ചറൈസറൊക്കെ ഏറ്റവും ബെസ്റ്റ്. നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ 10 to 14 days കഴിഞ്ഞ് ഇത് റീ അപ്ലൈ ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ 2 ആഴ്ച ഗ്യാപ്പ് എടുക്കണം, എന്നിട്ട് നിങ്ങൾ റീ അപ്ലൈ ആവുള്ളൂ.
കുറച്ചൊരു അഡ്വാൻസ്ഡ് ആൾക്കാർ, ഇതിന് മുമ്പ് പീലിംഗ് സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്ത ആൾക്കാരാണ്, നിങ്ങൾക്ക് വീക്ക്ലി വൺസ് മാക്സിമം ടോയ്സ് ഇത് കൂടുതൽ യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം എന്ന് പറഞ്ഞാൽ 3 to 5 days നിങ്ങൾ ശ്രദ്ധിക്കണം, മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ അല്ല വേറെ ഒന്നും സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ. അതുപോലെ റെറ്റിനോൾസ്, വൈറ്റമിൻ സി, ഈ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ സെറവോ ക്രീമോ ഒന്നും നിങ്ങൾ ഈ 3 to 5 days നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത്. അതുപോലെ നിങ്ങൾ സ്കിന്ന് ഒരു കാരണവശാലും നിങ്ങൾ ഷേവ് ചെയ്യാൻ പാടില്ല, ട്രിം ചെയ്യാൻ പാടില്ല, അതുപോലെ വാക്സ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഡ്രസ്സ് ഇടുമ്പം ലൂസായി ഡ്രസ്സ് ഇടുക, ടൈറ്റ് ഡ്രസ്സ് ഇടുക. കാരണം ടൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ സ്കിൻ ഇറിറ്റേറ്റ് ആവാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ലൂസായി ഡ്രസ്സ് എടുക്കുക. പിന്നെ SPF 50 അടങ്ങിയ സൺ പ്രൊട്ടക്ഷൻ ഉള്ള ലോഷൻസ് നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. കഴിവതും നിങ്ങളിത് അപ്ലൈ ശേഷം ഒരു 2 ദിവസം പുറത്താകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ സജസ്റ്റ് ചെയ്യാം നിങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ശനി ഞായറും നിങ്ങൾ വീട്ടിലിരിക്കാൻ നോക്കുക. സൺ എക്സ്പോഷർ നമുക്ക് ശരിക്കും അഫക്റ്റ് ചെയ്യും. കാര്യം നമ്മൾ കൊച്ചു കുഞ്ഞിനെ നമ്മൾ നോക്കുന്ന പോലെ നോക്കണം. കാര്യം ഈ ഒരു സ്കിൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ബോൺ ബേബീനെ പോലെയാണ്. നമ്മൾ അതുപോലെ കെയർ ചെയ്തിരിക്കും നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ആകും. കാര്യം അതിന് നമ്മുടെ ഈ കാലാവസ്ഥയായിട്ടൊന്നും യോജിച്ച് പോകാൻ പറ്റത്തില്ല പെട്ടെന്നൊന്നും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്കിൻ നമ്മുടെ കാലാവസ്ഥയായിട്ടൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പറയുന്നത്. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ സ്കിൻ എന്ന് പറഞ്ഞാൽ പുതിയ സ്കിന്നാണ്. അപ്പോൾ അതിന് നമ്മുടെ ക്ലൈമറ്റ് ആയിട്ടൊന്ന് സെറ്റായി കൊണ്ടുവരണം. അപ്പോൾ അതിന് നിങ്ങൾ ഇതുപോലെ കെയർ ചെയ്താലേ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ചൂടുവെള്ളത്തിൽ കൂടിയില്ലേ അതൊന്നും ഈ ഒരു 3 to 5 days ചെയ്യാൻ പാടില്ല. അതുപോലെ സോന ബാത്ത് എന്നൊക്കെ പറയുമല്ലോ, സ്റ്റീം ബാത്ത്, അതൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങളിപ്പം ഷേവ് ചെയ്ത ആൾക്കാരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇന്ന് അപ്ലൈ ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ സെൻസിറ്റീവ് ഏരിയാസ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ണിൻ്റെ താഴെ, അതുപോലെ തന്നെ ഈ വായുടെ ഭാഗം, അതുപോലെ തന്നെ സെൻസിറ്റീവ് ഏരിയാസിൽ ഒന്നും ഇത് അപ്ലൈ ചെയ്യരുത്. അതുപോലെ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും മുറിവ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത് അപ്ലൈ ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല സെൻസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് റിയാക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാതിരിക്കുന്നത് ബെറ്റർ. നോർമൽ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് കുഴപ്പമില്ല, പക്ഷേ ഹൈ ആയിട്ടുള്ള സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണ്. നമ്മൾ ഒരു ക്രീം അപ്ലൈ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും കാര്യങ്ങളും റെഡ്നെസ് ഒക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊരു കാരണവശാലും ഇത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത്തരക്കാർ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പീലിംഗ് സൊല്യൂഷൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. 3 പീലിംഗ് സൊല്യൂഷൻസും നമുക്ക് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ, ഞാൻ കമൻറ്റ് ബോക്സ് അല്ല വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇതെല്ലാം മനസ്സിലാക്കി ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ കേട്ടല്ലോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.